കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചെറുപോന്റെ എന്താ ചെറുപോലെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലേ നിനക്ക്? ഇതുവരെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അത് അകന്ന ബന്ധുവാ. നീ കുഞ്ഞായിരിക്കുമ്പോ തന്നെ സ്വന്തം ബന്ധുവൊക്കെ അങ്ങ് വിട്ടുപോയി. നിന്റെ അച്ഛന്റെ ചിറ്റപ്പന്റെ മൂത്ത മോളുടെ മോനെ കെട്ടിയിട്ട് അതിലുണ്ടായിട്ടുള്ളൊരു മുത്തച്ഛനാണ് ഞാൻ. എന്നിട്ട് നിന്റെ കല്യാണമാണെന്ന് ഞങ്ങളെ ഒന്നും അറിയിച്ചത് പോലും ഇല്ലല്ലേ മോനെ. ഇതാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് ഈ ശുഭകാര്യം നിന്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ പറഞ്ഞേ? മനസ്സിലായില്ല. ഈ ഇംഗ്ലീഷ് പറയുന്നതും നഗരത്തിലെ ജീവിതവും ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അപ്പന് മനസ്സിലാവില്ല മോനെ. അതാണ് മോനെ ഫസ്റ്റ് നൈറ്റ്. എന്താടാ മനസ്സിലാവാത്ത പോലെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കൊച്ചുമോന്? ഈ ആദ്യരാത്രി എന്ന് പറഞ്ഞാലേ ഈ ആടുകളുണ്ടല്ലോ, ആ രാത്രിയില് ഉഷാറായി ഇരിക്കണമെന്നാണ്. നിന്റെ മുഖത്തില് അങ്ങനെ ഒരു ഉഷാറ് പോലും ഇല്ലല്ലോടാ മോനെ. ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും അല്ലടാ. ഈ കാലത്തിലുള്ള പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ. സംസാരം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. എന്റെ ബസ്റ്റേറ്റിലുണ്ടല്ലോ, സൂര്യ ഉദിക്കുന്നത് വരെ എന്റെ കിളമ്പിക്ക് ശ്വാസം വിടാനുള്ള സമയം ഞാൻ കൊടുത്തിട്ടില്ല, അറിയോ? നോക്ക്, അത് പിന്നെ ആദ്യ രാത്രിയിൽ ഭാര്യയും ഭർത്താവിന്റെയും ഇടയിൽ ഒരു കാറ്റ് പോലും വരാൻ സമ്മതിക്കല്ലേടാ കൊച്ചുപോലെ. പിന്നെ അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടികളെ മനെ, ഈ പെമ്പിള്ളാർക്കുണ്ടല്ലോ സ്വതമേ ഇത്തിരി നാട കൂടുതല. അമ്മ പിന്നെ ആദ്യരാത്രി ആകുമ്പോ ഒന്ന് തൊട്ടാ മതി, തൊട്ടാ വാടിയ പോലെ പതുകി അങ്ങ് പോകും. ആണുങ്ങള് നമ്മൾ വേണം അതിനെ ശരിയാക്കി എടുക്കാൻ, മനസ്സിലേ? അതുകൊണ്ട് പെണ്ണിന്റെ കയ്യില് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്തങ്ങ് നിർത്തിയിട്ട് പിന്നെ ഈ തോളി കൂടെ ഉണ്ടല്ലോ, നമ്മുടെ രണ്ടാമത്തെ കൈയെടുത്ത് വെക്കണം. സ്നേഹത്തോടെ എന്തെങ്കിലും കുശലൊക്കെ പറഞ്ഞ്
ചേർത്ത് നിർത്തണം, മനസ്സിലായോ? എന്നിട്ട് വേണം ഇങ്ങനെ മുഖത്തിലും ഉമ്മോട് കൂടെ, മനസ്സിലായോ? അമ്മാവാ, സാരമില്ലടാ, അവനെ വിട്ടുകള. ഞാൻ വയസ്സായ ഒരാളല്ലടാ, തീർന്നിട്ടില്ല. ഇനിയുണ്ട്, ഇങ്ങോട്ട് നോക്കടാ. നമ്മുടെ രണ്ട് കൈയും കൊണ്ട് നിന്റെ ഭാര്യയുടെ കവിളിനെ ഇങ്ങനെ എന്നെ പിടിച്ച് ഇതുപോലെ മോനെ കൈലാഷ്, ആരാ മോനേത്? നമ്മുടെ അകന്ന ബന്ധു അമ്മേ. എനിക്കറിയാതെ അങ്ങനെ ഒരു ബന്ധം നമുക്ക്. ആരാ കൈലാഷ്? കണ്ടിട്ട് 10-25 വർഷമായില്ലേ? മറന്നുപോയി കാണും, അതാ. നിന്റെ ഭർത്താവിന്റെ ചിറ്റപ്പന്റെ മാമന്റെ മോൻ, നിങ്ങളുടെ വലിയ മാമന്റെ ഒരു അകന്ന ബന്ധുവാണ് ഞാൻ. ഓ, നിങ്ങളായിരുന്നോ? ഞങ്ങളൊക്കെ പറ്റിക്കാന്ന് വിചാരിച്ചോ? എന്തൊരു വേഷം ഇത്? ഐ എം സോറി ആന്റി. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ചേട്ടൻ ടെൻഷനിലായിരുന്നു. ആ ടെൻഷൻ കളയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. പ്രിയ, ഇതെല്ലാം തെറ്റില്ലേ? എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് അറിയില്ലേ? എന്നോട് ക്ഷമിക്കു ചേച്ചി, ക്ഷമിക്കും മോനെ. സാരമില്ല അമ്മേ. അതൊന്നും സാരമില്ലെന്നേ. ഇങ്ങനെ തമാശയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ രസം? എന്റെ സുന്ദരി ആന്റി. മോനെ കൈലാഷ്, വാ, മുഹൂർത്ത സമയമായി. ചേച്ചി, ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. വാ ഇങ്ങോട്ട് കുറുമ്പി പെണ്ണെ. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? നീ ചെയ്യുന്ന ത്യാഗം കരഞ്ഞുകൊണ്ട് സ്നേഹിക്കാനല്ലാതെ എനിക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? മാതാപിതാക്കൾ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റാഗ്രഹങ്ങളെ മാറ്റിവെച്ചിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത് മക്കളെ വളർത്തി വലുതാക്കി. അവര് വളർന്നപ്പോ അതേ മക്കള് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രണയത്തിന് വേണ്ടി മാതാപിതാക്കളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത കാലം ഇത്. നീ പക്ഷെ നിന്റെ അച്ഛന് വേണ്ടി നിന്റെ പ്രണയത്തെ മാറ്റിവെച്ചിട്ട് വലിയ ത്യാഗമല്ലേ ചെയ്തത് മോളെ. മോളെ, ഇനി എന്ത് സംഭവിച്ചാലും നിന്റെ പ്രണയത്തെപ്പറ്റി നമ്മുടെ രണ്ട് കുടുംബത്തിലും ഞാനല്ലാതെ മറ്റാരും ഇത് അറിയരുതെന്ന്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇത് മറ്റാരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് താ മോളെ.
എന്റെ പ്രണയം കാരണം ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തന്നതല്ലേ അമ്മേ? പറഞ്ഞിട്ടുണ്ട് മോളെ. എനിക്ക് നിന്നോട് ആ വിശ്വാസമുണ്ട്. പക്ഷേ സമയദോഷം എന്ന് പറയുന്നത് കടലിലെ തിരമാല പോലെയാണ്. അതെപ്പോ വേണമെങ്കിലും തിരിച്ചു വന്ന് നമ്മുടെ ജീവിതം ഇല്ലാതൊക്കെ ആർക്കും പറയാൻ പറ്റില്ല മോളെ. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലമ്മേ. അതൊന്നും നമ്മുടെ കയ്യിലല്ല മോളെ. നീ നിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോ ഞാൻ കേട്ടതുപോലെ ഏതെങ്കിലും സാഹചര്യത്തില് നീ മറ്റാരോടെങ്കിലും ഇത് പറയുകയാണെങ്കിൽ നിന്റെ ഭർത്താവോ നിന്റെ അമ്മായിയമ്മയോ കേട്ടാ പിന്നെ എന്താ സംഭവിക്കുന്നറിയോ? ഒരു വശത്താണെങ്കിൽ നിന്റെ അച്ഛന്റെ ആരോഗ്യനില ഒട്ടും ശരിയല്ലായിരിക്കുന്നു. മറ്റൊരു വശത്ത് നിന്റെ പ്രണയത്തെ പറ്റി മറ്റാരെങ്കിലും അറിയാന്നുള്ളൊരു പേടിയും. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മോളെ. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നല്ല കാര്യം. നിന്റെ പുതിയ ജീവിതത്തിന് ഒരടിസ്ഥാനം ഇടാൻ പോവാ എന്ന്. നിന്റെ കുടുംബ ജീവിതം എന്നും നിലനിൽക്കാൻ വേണ്ടി നിന്റെ ഈ പ്രണയത്തെ പറ്റി ഞാനല്ലാതെ ഇത് മറ്റാരും അറിയില്ലെന്ന് എനിക്ക് വാക്ക് തന്നേ പറ്റൂ. അപ്പോഴേ എന്റെ മനസ്സിന്റെ ഒരു സമാധാനം കിട്ടും മോളെ. വാക്ക് താ മോളെ. ആരും ഇതറിയില്ലെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു. അമ്മയുടെ മകൾ അമ്മ കരുതുന്നത് പോലെ നല്ലൊരു കുടുംബിനിയായിരിക്കും. അമ്മായി അമ്മയെ ബഹുമാനിക്കും. അതിൽ യാതൊരു കുറവും ഉണ്ടാവില്ല. എന്റെ പ്രണയം ഇപ്പൊ എന്ത് പ്രശ്നം കൊണ്ടുവരുമെന്ന് അമ്മ ഒരിക്കലും പേടിക്കരുത്. അമ്മ അച്ഛനെ നന്നായിട്ട് നോക്കണം. കഴിഞ്ഞോ? അതോ ഇനി വല്ലതും ഉണ്ടോ? എന്താ ചേച്ചി? അമ്മയും മോളും കൂടി എന്തോ സത്യം ചെയ്യുകയോ വാക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു. ചേച്ചി, മുഹൂർത്ത സമയമായി. അതുകൊണ്ടാ കഴിഞ്ഞോന്ന് ഞാൻ ചോദിച്ചേ. അത്രേ ഉള്ളൂ. അതൊന്നുമില്ല ചേച്ചി. നല്ല കാര്യം നടക്കുമല്ലേ, അതിനെപ്പറ്റി രാധികയോട് സംസാരിക്കായിരുന്നു. ചേച്ചി പൊയ്ക്കോ, ഞാൻ രാധികയും കൂട്ടിക്കൊണ്ടുവരാം. ശരി, വേഗം വന്നോളൂ. ശരി.
പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം ഇരിക്കേ. ചായം തീരം നീ ചേച്ചി ചേട്ടാ പ്രിയ, ഫസ്റ്റ് നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന നവദമ്പതികൾക്ക് ജീവിതകാലം മുഴുവനും സ്വീറ്റ് മെമ്മറീസ് വേണ്ടേ? അതുകൊണ്ടാ ഇത്. അതെ ചേട്ടാ, എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെട്ടോ? ഫണ്ണി ഗേൾ. ഇരുന്നോളൂ. അത് സോറി ചേച്ചി, എന്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞതാ, അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയിരുന്നത്. സോറി ചേട്ടാ. ഇറ്റ്സ് ഓക്കെ. സോറി ചേച്ചി. വീണ്ടും ഫണ്ണി ഗേൾ. അധികം ഇരുന്നോളൂ. രാധിക, ആക്ച്വലി എനിക്ക് തന്നോട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പറയാൻ വന്ന കാര്യങ്ങളൊക്കെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി.